നമസ്കാരം. ഗ്രഹങ്ങളുടെ അധിപനായാണ് സൂര്യനെ കണക്കാക്കുന്നത്. എന്നാൽ സൂര്യനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ജ്യോതിഷപരമായി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ജൂൺ 15 രാവിലെ അഥവാ വെളുപ്പിന് 4:27 ഇടവം രാശിയിലെ സഞ്ചാരം മതിയാക്കി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നീട് ഒരു മാസം മിഥുനം രാശിയിൽ തുടർന്നതിന് ശേഷം ജൂലൈ 16 ഉച്ചയ്ക്ക് 11:19 കർക്കിടകം രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്നതുമാകുന്നു. ഗ്രഹങ്ങളുടെ രാജാവായാണ് സൂര്യനെ കണക്കാക്കുന്നത്. സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് എത്തുന്നതിനാൽ ചില രാശിക്കാർക്ക് പ്രത്യേകിച്ചും ഗുണഫലങ്ങൾ ഇരട്ടിക്കുന്നു എന്നാണ് പരാമർശിക്കുന്നത്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യന്റെ രാശിമാറ്റം ശുഭഫലങ്ങൾ നൽകും എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആത്മവിശ്വാസം, ഏതൊരു കാര്യവും ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കും എന്ന വിശ്വാസം കടന്ന് വരുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് ആത്മബലം, ആത്മവിശ്വാസം വർദ്ധിക്കുകയും കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്ത് തീർക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. ഏത് കാര്യത്തെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കുകയും അഥവാ വിജയത്തിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അല്ലാതെയും വിജയവും ലാഭവും നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുവാനും സാധ്യത കൂടുതലാകുന്നു. മികച്ച അവസരങ്ങൾ തന്നെ വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വളർച്ച നേടുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. വിചാരിച്ചതിനേക്കാൾ എളുപ്പത്തിൽ തന്നെ പല കാര്യങ്ങളും നടന്നു എന്ന് വരാം. ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. തീർച്ചയായും നിങ്ങളെ സ്വീകാര്യത, ബഹുമാനം വർദ്ധിക്കുന്നതായ സമയമാണ് ഇത്. കൂടാതെ വിവാഹിതരായ വ്യക്തികൾക്ക് ദാമ്പത്യ ജീവിതത്തിൽ സൗഖ്യം വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. അവിവാഹിതരായ വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് വിവാഹം നടക്കുവാനുള്ള സാധ്യത ഈ സമയം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പൊതുവെ ഈ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. സൂര്യദേവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ശുഭകരം തന്നെയാണ്. മറ്റൊരു രാശി കന്നി രാശിയാകുന്നു. കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യന്റെ രാശിമാറ്റം കന്നി രാശിക്കാരുടെ ജീവിതത്തിലേക്ക് നൽകാൻ പോകുന്നത് അത്ഭുതകരമായ നേട്ടങ്ങളാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും വരുമാനത്തിൽ അഭിവൃദ്ധി വന്നു ചേരാം. വരുമാനവുമായി ബന്ധപ്പെട്ട ഭാവത്തിലാണ് ഈ രാശിമാറ്റം സംഭവിക്കുന്നത് എന്നതും നിങ്ങളുടെ ധനപരമായ ഉയർച്ചയ്ക്ക് സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുവാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതലാകുന്നു. സാമ്പത്തികപരമായി ഏറെ മെച്ചപ്പെടുകയും ഭാവിയിലേക്ക് ധനം സമ്പാദിക്കുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളെയും ചെയ്യുവാനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. കരിയറുമായി ബന്ധപ്പെട്ടും ലാഭം നേടുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആഗ്രഹിച്ചതായ ജോലി നേടിയെടുക്കുവാൻ ഈ സമയം സാധിച്ചു എന്ന് വരാം. അത്തരം ജോലികളുമായി ബന്ധപ്പെട്ടും സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ നേട്ടമാകുന്ന കാര്യങ്ങൾ ചെയ്യുവാനും അത്തരം കാര്യങ്ങളിൽ ഒപ്പുവയ്ക്കുവാനും സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. ഭാവിയിൽ ലാഭം നേടുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. തൊഴിൽ ലഭിക്കുവാനും ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത അല്പം കൂടുതലാണ് എന്ന കാര്യവും ഈ സമയം അറിയേണ്ടതായിട്ടുണ്ട്. ധനപരമായ ഉയർച്ച തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുക.
പ്രത്യേകിച്ചും സൂര്യന്റെ രാശിമാറ്റം നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കും എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. തീർച്ചയായും സൂര്യദേവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമാണ്. പ്രത്യേകിച്ചും ഞായറാഴ്ച ദിവസം സൂര്യദേവനെ ആരാധിക്കുന്നത് ഇരട്ടി ഫലം നൽകും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിയിൽ ജനിച്ച ആളുകൾക്ക് സൂര്യന്റെ രാശി പരിവർത്തനം വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ നൽകും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ രാശിക്കാർ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായ കാര്യം, സൂര്യന്റെ രാശിമാറ്റം സംഭവിക്കുന്നത് നിങ്ങളുടെ കർമ്മഭാവത്തിലാണ്. കർക്കിടകം രാശിയിലേക്കുള്ള സൂര്യന്റെ രാശിമാറ്റം സംഭവിക്കുന്നത് ഇപ്രകാരമാകുന്നു. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കും. നിങ്ങൾ എപ്രകാരം ഉയരണം എന്ന് ആഗ്രഹിക്കുന്നുവോ അതേപോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാനും ആഗ്രഹിച്ചതായ പുരോഗതി കൈവരിക്കുവാനും സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. തൊഴിൽ അന്വേഷിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ പോലും കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. നാട്ടിലും വിദേശത്തും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ജോലി മാറ്റത്തിനും സാധ്യത കൂടുതൽ തന്നെയാണ്. സ്ഥിരതയുള്ള ജോലി നേടുവാനും സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. കൂടാതെ അനുകൂലമായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുന്നതാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം, ട്രാൻസ്ഫർ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിച്ച് ബിസിനസ്സിൽ ലാഭം നേടുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. പുതിയ കരാറുകൾ ലഭിക്കുക, ഭാവിയിലേക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. ആസൂത്രണത്തോടെ കാര്യങ്ങൾ ചെയ്യുവാനും തന്മൂലം വിജയം അത് ബിസിനസ്സിലാണ് എങ്കിലും തൊഴിൽ മേഖലയിലോ കർമ്മ മേഖലയിലോ വിദ്യയിലോ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകത തന്നെയാണ്. മികച്ച തൊഴിൽ അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാം. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. തീർച്ചയായും നിങ്ങളെ സ്വീകാര്യത, ബഹുമാനം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഈ സമയം നോക്കുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു. എന്നാൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് സൂര്യദേവനെ ആരാധിക്കുക എന്ന കാര്യമാകുന്നു. സൂര്യദേവനെ നിത്യവും ആരാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് ഉയർച്ചയ്ക്ക് സഹായകരമായി തീരും. അഥവാ ഈ ഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും എന്നുകൂടി ഓർക്കുക. പ്രത്യേകിച്ചും ഞായറാഴ്ച ദിവസം സൂര്യദേവനെ ആരാധിക്കുന്നത് ഇരട്ടി ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നൽകും എന്ന കാര്യവും ഓർക്കുക.